ഹായ് ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇടുക്കി ഹിൽ സ്റ്റേഷനിലേക്കുള്ള സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ. ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ ഇടുക്കിയിൽ വരണം എന്നുണ്ടെങ്കിൽ അത് എന്തിനായിരിക്കും? യെസ്, നമ്മൾ നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്, പൂത്തുലഞ്ഞു നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് കിട്ടാലോ, വാ. ഇവിടുത്തെ കാറ്റാണു കാറ്റ് മലനീറും. അതെ ഗൈസ്, ഇടുക്കിയിലെ നീല പുതച്ച് വീണ്ടും ഒരു കുറിഞ്ഞിക്കാലം കൂടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു തിരുത്തലുണ്ട്, ഇത് നീലക്കുറിഞ്ഞല്ല, കുറിഞ്ഞിയുടെ വർഗത്തിൽപ്പെട്ടിട്ടുള്ള മേട്ടുകുറിഞ്ഞാണ്. വെളുപ്പിന് ഏകദേശം ഒരു 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ഭീകരമായ ഒരു പ്ലാനും ചെയ്യാണ്ട് പോയതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിയിലുള്ള ഡാമുകളും ചെറിയ ചെറിയ വാട്ടർഫോൾസ് എല്ലാം ഇറങ്ങി കയറിയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ മെയിൻ ഫോക്കസ് നമ്മളുടെ മേട്ടുകുറിഞ്ഞി തന്നെയായിരുന്നു. ഇതാണ് ഗൈസ് നമ്മളുടെ കുളമാവ് ഡാം. പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ വണ്ടി ഒന്ന് സൈഡിലേക്കാക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡിൽ പോയി ഒന്ന് കണ്ടു. ദെൻ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിട്ടോ. പോകുന്ന വഴി നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ റീൽ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കിട്ടിയ അനുഭവം ഇതാണ്. 8ന്റെ പണി കിട്ടിയെന്ന് തന്നെ പറയാം. കാല് മൊത്തം അട്ട കയറി പിടിച്ചു ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ടടിച്ചു. ആ നിൽപ്പ് കണ്ടു കഴിഞ്ഞാൽ ആ വാട്ടർഫോൾസ് ആസ്വദിക്കുകയാണെന്ന് തോന്നുമെങ്കിലും സംഭവം അതൊന്നുമല്ല. അട്ടയുണ്ടാന്ന് വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ നെഗറ്റീവ് അടിച്ചു. തിരിച്ചു പോകാം എന്ന് വരെ ചിന്തിച്ചെങ്കിലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പൂക്കുന്ന ഒരു കാഴ്ച കാണാണ്ട് എങ്ങനെ പോകും എന്നുള്ളൊരൊറ്റ പോസിറ്റീവ് മൈൻഡിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ വീണ്ടും നേരെ വിട്ടത്. കുറച്ചു നേരത്തേക്ക് അതിൻ്റെ ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നെങ്കിലും മനസ്സ് നിറയെ മേട്ടുകുറിഞ്ഞായിരുന്നത് കൊണ്ട് മാത്രം അത് ഞാൻ പോലും അറിയാണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് പോയി എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം നമ്മൾ കയറാൻ പോകുന്നത് ചെറുതോണി ഡാമിലേക്കാണ് കേട്ടോ. ഒരുപാട് പ്രതീക്ഷയോടെ ഡാമിൻ്റെ എൻട്രൻസിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് നോട്ട് അലൗഡ്. ദെൻ നമ്മൾ വീണ്ടും തിരിച്ചിറങ്ങി ഒരു കടയിൽ കയറിയപ്പോഴാണ് ആ ചേച്ചി പറഞ്ഞത് ഡാമിലേക്ക് അലൗഡ് അല്ലെങ്കിലും തൊട്ടടുത്തുള്ള പാർക്കിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ കിട്ടുമെന്ന്. ദെൻ ഞങ്ങൾ നേരെ വീണ്ടും തിരിച്ച് അവിടെ ചെന്നു. പാർക്കിൽ ചെന്നിട്ട് എൻട്രൻസിലേക്ക് പോകുന്ന വഴിയാണ് കുഞ്ഞുവിൻ്റെ കുറച്ച് കൂട്ടുകാരെ കണ്ടത്. അവരോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു നിന്നെങ്കിലും അവരത്ര വെടിപ്പല്ല, ആൾക്കാർ കുറച്ച് ടെററാണ്. സോ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല, നേരെ എൻട്രൻസിലേക്ക് പോയി. പാർക്കിലേക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണ്. പക്ഷെ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലാണ്. കാരണം എന്താണെന്നല്ലേ? ഇതാണ് കാരണം. അവിടെ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എങ്ങനെ ഒരു ഐസ്ക്രീം പറ്റിച്ച് മേടിക്കാം എന്നുള്ളൊരു തിങ്കിങ്ങിലായിരുന്നു അവൻ. അങ്ങനെ അവനെയും പറ്റിച്ച് ഞാനും ഒരു ഐസ്ക്രീം വാങ്ങി ഞങ്ങൾ അതും കഴിച്ച് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫൈനലി നമ്മൾ ആ ഡാമിൻ്റെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ നല്ല രീതിയിൽ വണ്ടർ അടിച്ചിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഡാം ഇതുവരെ കണ്ടിട്ടില്ല എന്നത് തന്നെയാണ് അതിൻ്റെ റീസൺ. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. അത്യാവശ്യം മുല്ലപ്പെരിയാറിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും രാത്രി ഒരുപാട് ഉറക്കം കളഞ്ഞ മുതലാണ് ഇതും ഈ മുല്ലപ്പെരിയാർ ഡാമും ഇടുക്കി ഡാമൊക്കെ. എങ്കിലും അത് ഇത്രയും നേരിട്ട് ഇത്ര അടുത്ത് കാണാൻ പറ്റിയതിൻ്റെ ഒരു അനുഭവം വേറെ തന്നെയായിരുന്നു. ഇനിയാണ് മക്കളെ ട്വിസ്റ്റ്. നമ്മൾ ഈ ഡാമിൽ നിന്ന് നേരെ ഇറങ്ങി ചെല്ലുന്ന എങ്ങോട്ടാ? മേട്ടുകുറിഞ്ഞി കാണാനായിട്ട്. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടു കള്ളിപ്പാറയിലാണ് നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നതെന്ന്. ഇത് വർഷവും നോക്കിയില്ല, ഡേറ്റും നോക്കിയില്ല, എന്നാണ് ഒന്നും നോക്കിയില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഭീകര പ്ലാനൊന്നും ചെയ്തില്ല. ശനിയാഴ്ച നമ്മൾ പറഞ്ഞു ഞായറാഴ്ച പോകാമെന്ന്. നമ്മൾ ഞായറാഴ്ച വെളുപ്പിന് ഇവിടുന്ന് വണ്ടി എടുത്തു. പക്ഷെ നമ്മൾ ഒരു 30 കിലോമീറ്റർ എങ്കിലും നമ്മളുടെ ഇടുക്കിയിൽ കടന്ന് വട്ടം ചുറ്റിയിട്ടുണ്ട്. അങ്ങനെ കള്ളിപ്പാറ എത്താറായപ്പോഴത്തെ 8 കിലോമീറ്റർ ബാക്ക് നമ്മളൊരു ചായക്കടയിൽ കയറിയപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത് അവിടെയല്ല, മേട്ടുകുറിഞ്ഞി പൂത്തിരിക്കുന്നത് കല്യാണത്തണ്ടിലാണ്. ദെൻ അവിടെ നിന്ന് വീണ്ടും നമ്മൾ കല്യാണത്തണ്ടിലേക്ക് വിട്ടുപിടിപ്പിച്ചു. ഏകദേശം വീട്ടിൽ നിന്ന് ഒരു 6:30 ഇറങ്ങിയ നമ്മൾ 3:30 കല്യാണത്തണ്ട് വ്യൂ പോയിന്റിലേക്ക് എത്തിയത്. സത്യം പറഞ്ഞ ഉർവശി ശാപം ഉപകാരമായി. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഏകദേശം ഒരു 30 കിലോമീറ്റർ എങ്കിലും അവിടെ കിടന്ന് ചുറ്റിയെങ്കിലും അത് ചുറ്റാതിരുന്നെങ്കിൽ നല്ല നട്ടുച്ചക്കന്നെ നമ്മളവിടെ എത്തേണ്ടി വന്നാനെ. ആ സമയത്ത് എത്തിയെങ്കിൽ നമുക്ക് ഇത്രയും ഫീലും കിട്ടില്ല, ഇത്രയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും പറ്റില്ലായിരുന്നു. ആകെ ടയേർഡായേനെ. എന്തായാലും കുറച്ച് കറങ്ങിയെങ്കിലും നല്ല വൈബ് കിട്ടിയ സമയത്ത് തന്നെ കറക്റ്റ് നമുക്ക് അവിടെ എത്താൻ പറ്റി. യെസ് ഗൈസ്, ഫൈനലി നമ്മൾ ഇടുക്കിയിലുള്ള കട്ടപ്പന റൂട്ടിലെ കാൽവരി മൗണ്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ മേട്ടുകുറിഞ്ഞി മാത്രമല്ല നമുക്ക് കാണാനുള്ളത്. ആ മേട്ടുകുറിഞ്ഞി വിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ താഴ്വാരത്തായിട്ട് ഇടുക്കി ഡാമാണ്. എല്ലാം കൊണ്ടും ഒരു ബോണസ് തന്നെയായിരുന്നു ഈ ഒരു യാത്ര.
പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ ആ ഒരു 2 ആഴ്ച മുമ്പ് കണ്ട മേട്ടുക്കുറിഞ്ഞി നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല. അത് കൊഴിഞ്ഞു പോയതാണെങ്കിൽ വിഷമം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ ഒരുപാട് വീഡിയോസിൽ തന്നെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് പറിച്ചെടുക്കുന്നു, അത് നശിപ്പിക്കുന്നു, തൈന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. അതൊക്കെ ഭയങ്കര ക്രൂവലായിട്ടുള്ളൊരു കാര്യമാണ്. അത് പ്രകൃതിയായിട്ട് ഉണ്ടാക്കുന്നത്, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതല്ല ഇതൊന്നും. എത്രയോ വർഷങ്ങൾക്ക് ശേഷം കാണാൻ കിട്ടുന്ന ഒരു അത്ഭുതകരമായിട്ടൊരു കാഴ്ചയാണ്. അതൊക്കെ പോയിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് രസിച്ച് പോരാന്നല്ലാണ്ട് അതിൽ നിന്ന് തൈ പറിക്കുക, അല്ലെങ്കിൽ പൊളിച്ച് കളയുക, പൊട്ടിച്ച് കളയുക, അതൊക്കെ ഭയങ്കര ക്രൂവലായിട്ടുള്ള കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ മിസ്സായാൻ ഈ ഒരു യാത്ര പോയില്ലായിരുന്നെങ്കിൽ, കുറച്ച് ചുറ്റിയെങ്കിലും അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അത്ര മനോഹരമായിരുന്നു. നമ്മൾ ഈ വീഡിയോയിൽ പകർത്തിയത് പോലും ഒന്നും അല്ല, അതിനും മനോഹരമാണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ. അത്രയ്ക്ക് ഫീലായിരുന്നു, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യം. മേ ബി ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടായിരിക്കാം, ഇതുപോലെ എത്രയോ ആളുകൾ വീട്ടിലിരിക്കുന്നുണ്ടാവും പോവാതെ. എന്തായാലും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ചെന്നപ്പം നമ്മുടെ മേൽഭാഗത്തൊന്നും മേട്ടുക്കുറിഞ്ഞി കാണാനേ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡിസപ്പോയിൻ്റ് എനിക്ക് ഉണ്ടായിരുന്നു. എങ്കിലും താഴെ ഉണ്ടോയെന്ന് നോക്കി നമ്മൾ പോയി സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ താഴേക്ക് പോയി. പോകുമ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്സ് അറിഞ്ഞില്ല. നമ്മൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്, അത് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റാണ്. ഇത്രയും ദൂരത്തു നിന്ന് വന്നിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പൂക്കുന്ന ഒരു മേട്ടുക്കുറിഞ്ഞി നമുക്ക് കാണാനുള്ളൊരു ആ ഒരു സന്തോഷത്തിൽ ഞാനതൊന്നും അറിഞ്ഞില്ല. എല്ലാവരും താഴേക്ക് പോകുന്നു, അതുപോലെ തന്നെ നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങി എൻ്റെ പൊന്നെ, അവസാനം എല്ലാവരെക്കാട്ടിലും താഴേക്ക് ഇറങ്ങി. ലാസ്റ്റ് ഞങ്ങൾ മാത്രമായ ആ ഒരു സിറ്റുവേഷനിൽ അവിടെയാണ് അത്യാവശ്യം കുറച്ച് പൂക്കൾ കാണാൻ കഴിഞ്ഞത്, കണ്ണ് നിറയെ കാണാൻ കഴിഞ്ഞത്. പൂക്കൾ കണ്ട് ഒരുപാട് സന്തോഷമായി, കുറേ എൻജോയ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തെങ്കിലും അത് കഴിഞ്ഞ് മുകളിലേക്ക് കയറാൻ ഞാൻ പെട്ട ഒരു പാട്. എൻ്റെ കാല് നല്ല രീതിയിൽ ഷിവർ ചെയ്തു. എനിക്ക് ടെൻഷനായി. താഴേക്ക് നോക്കുമ്പോഴാണെങ്കിൽ വെള്ളം, മുകളിലേക്കാണെങ്കിൽ മല, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ എന്നെ ബാധിച്ചു അത്. മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫുൾ ഡൗൺ ആയിരുന്നു, ടെൻഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പക്ഷെ അതൊന്നും എനിക്ക് ഒരു പ്രശ്നമല്ല, കാരണം നമ്മൾ അത്രയും അഡ്വഞ്ചറായിട്ട് താഴെ ഇറങ്ങിയെങ്കിലും ഇത്രയും നല്ല മനോഹരമായ ഒരു കാഴ്ച നമുക്ക് മുന്നിൽ കാണാൻ പറ്റിയതിലുള്ള സന്തോഷം എന്നെ ഒരുപാട് ഹാപ്പിയാക്കി. നീലക്കുറിഞ്ഞി അന്വേഷിച്ച് താഴേക്ക് പോകുന്ന പോക്കാണ്. അപ്പോൾ അവിടെ ലിനു ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അല്പം മ്യൂസിക് ആവാം. ഗൈസ്, ഫൈനലി നമ്മൾ ഇടുക്കി ഡാമിനടുത്തുള്ള കല്യാണത്തണ്ട് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അവിടെയാണ് നമ്മളുടെ നീലക്കുറിഞ്ഞി പൂത്ത് പന്തലിച്ച് നിൽക്കുന്നത്. നമ്മൾ മോളിൽ നിന്ന് കുറേ താഴേക്ക് വന്നാണ് ഇപ്പോൾ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ഏകദേശം നമ്മൾ രാവിലെ ഒരു 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കുറച്ച് ചുറ്റേണ്ടി വന്നു, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ഏകദേശം ഇവിടെ എത്തിയതൊരു 3-3:30 ആയപ്പോഴത്തേനും നമ്മളിവിടെ എത്തി. ഇപ്പം നല്ലൊരു ക്ലൈമറ്റ് കിട്ടുന്നുണ്ട്, നല്ലൊരു വൈബ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ രാവിലെ വരാം, അല്ലെങ്കിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബ്. നമുക്ക് ഇതുപോലെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാം, കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം. ഉച്ച സമയത്തൊക്കെ എത്തിയെങ്കിൽ പണി കിട്ടിയാണ്, നല്ല വെയിലായിരിക്കും. അപ്പം ആദ്യത്തെ അനുഭവമാണ്, അടിപൊളി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഗൈസ്, നമ്മളിപ്പോൾ ആ വ്യൂ പോയിന്റിൽ നിന്ന് അകത്തേക്ക് മുകളിലേക്ക് കയറി. 8ന്റെ പണി തന്നെ കിട്ടിയെന്ന് പറയാം. കാരണം നമ്മൾ ഒരുപാട് താഴേക്ക് പോയപ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലായില്ല. തിരിച്ച് കയറാറായപ്പോഴത്തേനും എനിക്ക് കൈയും കാലൊക്കെ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്തു. നല്ല ആഴമുണ്ട്, നമ്മൾ നല്ലോണം താഴേക്ക് പോയായിരുന്നു. then ഒരു കണക്കിനാണ് വന്നത്. പുല്ലിലൊക്കെ കൊണ്ട് കൈ കാലൊക്കെ ആകെ കീറി നശിച്ചു. പിന്നെ അത് മാത്രമല്ല, തിരിച്ച് കയറി വന്ന ആ ഒരു കിതപ്പും കാര്യങ്ങളും ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ വെച്ച് തന്നെ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. then നമ്മളിവിടെയുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അവിടെ നിന്ന് കയറിയപ്പോൾ തന്നെ നമ്മളുടെ ഫോൺ ഓഫായി പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് വന്ന സ്ട്രഗിളും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. then നമ്മളിവിടെ വന്നിട്ട് ടിക്കറ്റ് കൗണ്ടറിലാണ്
ഫോൺ കുത്തിയിട്ട് കുറച്ച് ശതമാനമായപ്പോൾ തന്നെ എടുത്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ വീടെത്തുമ്പോഴേക്കും നല്ല പണി കിട്ടും. കാരണം ഇപ്പം തന്നെ ഒരു 6:30 സമയം ആവുന്നുണ്ട്. വീടെത്തുമ്പോഴത്തേക്കും എന്തായാലും രാത്രിയാവും. നല്ല തണുപ്പുണ്ട്, കോട കുറവാണെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ വാഗമൺ പോയതിനേക്കാൾ തണുപ്പ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇരുട്ടായിരിക്കും, പോണ വഴി എങ്ങനെയാണ് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.